അപ്പം ഗൈസ് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പം കമൻ്റ് അടി ചുരുക്കണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നോ. ഫസ്റ്റ് ശരിയായ ഉത്തരം ആര് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. അതുപോലെ കമൻറ്റ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി കൂടെ കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ചലഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേരെ ഒരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടൊന്നുമില്ല, അടുത്ത് തന്നെ നമുക്ക് ഏകദേശം ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്കൊന്ന് പോകാം. അത് ഏത് ഏരിയ ഒന്നുമില്ല, എൻ്റെ മൈൻഡ് പോലിരിക്കും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ട്രിപ്പ് പോകാറില്ല. പക്ഷേ എനിക്ക് ഇന്ന് ഒന്ന് പോകണം തോന്നി. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു ട്രിപ്പ് പോവാണ്. അപ്പം ഗൈസ്, നമ്മളുടെ ഇന്നത്തെ കണ്ടലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം നമ്മുടെ കണ്ടലിലേക്ക് പോവാം. പോയാലോ? Let's go guys. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആരിലൊക്കെ സംസാരിക്കാൻ വേണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ആണ്. മനസ്സിലായത്? അത് എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ആരും സംസാരിക്കാനും പിടിക്കാനും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക്. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവരാരും സബ് ചെയ്തില്ല കേട്ടോ. അത് ഭയങ്കര മോശപ്പെട്ട പരിപാടി കേട്ടോ. എത്ര കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സബ്ബൊക്കെ ചെയ്താൽ നമുക്ക് അതിനുള്ള പ്രചോദനം കാര്യങ്ങളൊക്കെ അതിലുണ്ടാകട്ടെ. കാരണം ഒന്നാമത്തെ കാര്യം, വ്യൂസും കാര്യങ്ങളും ഇല്ല. വ്യൂസ് കുറവാപ്പുണ്ട്. അതിൻ്റെ കൂടെ കാണുന്നവര് ഒരു 30 പേര് 40 പേര്, ചിലപ്പം 500 പേര്, ചിലപ്പം 300 പേരൊക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളൊരു ഒന്ന് സബ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. വീഡിയോ ചെയ്യുന്നത് തന്നെ കുറച്ച് സബ് കൂട്ടാനും നമ്മുടെ ചാനലൊന്ന് സെറ്റ് ആയിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ആ ഒരു അച്ചീവ്മെന്റിലോട്ട് എത്താൻ പറ്റില്ല. ഭയങ്കര പാടാണ്. അപ്പൊ കാണുന്നവര് ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് തന്നിട്ട് പോയാൽ അത്രയും ഉപകാരമായിരിക്കും. തൊപ്പിയുടെ ഒക്കെ കാര്യം കണ്ട, എന്റെ ദൈവമേ, ഇവന്മാര് സത്യം പറഞ്ഞ വെറും മണ്ടത്തരം കാണിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുക, ഇത് തന്നെ പരിപാടി. എടുത്ത് തുറന്നങ്ങ് കാണിച്ചു കൊടുക്കും. തെമ്മാടിത്തരം അല്ലയോ? തെമ്മാടിത്തരം. അതെടുത്ത് തുറന്നങ്ങ് കാണിച്ചു. ആ വീഡിയൊക്കെ കണ്ടു കാണുമല്ലേ. ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലേ. ഇതിനെയൊക്കെ പറ്റിയൊക്കെ ബ്ലോഗ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തിട്ടൊന്നും ഇല്ലായിരുന്നു. എന്റെ ബൈക്ക് എടുത്തതിന്റെ തിരക്കും കാര്യങ്ങളും, പിന്നെ ബൈക്കിന്റെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും അതൊക്കെ ചെയ്ത് കുറെ ബ്ലോഗൊക്കെ ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ ഇത് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഞാനെന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും നടന്ന്. നോർമൽ കോളും ഞാൻ ചെയ്തു നോക്കി. പക്ഷെ ആ സമയത്ത് തിരക്ക് എന്തോ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. എന്നിരുന്നാലും സായിപ്പ ഈ വീഡിയോ കാണുവാണെങ്കിൽ നീ ഫോൺ അറ്റൻഡ് ചെയ്യണം. എനിക്കൊരു ബ്ലോഗെങ്കിലും ഞാൻ വന്നെടുത്തോട്ടെ കേട്ടാ. കുറച്ച് ദൂരം എത്തിയിട്ട് നമുക്ക് തിരികെ വരാം. അപ്പൊ ഗൈസ്, ഇത്ര നേരം വാച്ച് ചെയ്തവർക്കെല്ലാം ഒരു ഇടവേള. അങ്ങനെ ഗൈസ്, നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. എവിടാന്ന് പറയണേ, കമന്റ് ചെയ്യണം കേട്ടാ, എവിടാന്നുള്ളത്. മൂന്നര ഇറങ്ങിക്കോട്ടെ ആദ്യം. ഓക്കെ, വെയിറ്റ് ഗൈസ്. സ്ഥലം കണ്ടോ? എവിടാന്ന് പറയണേ, ക്ലൂ ഒക്കെ തരാം കേട്ടോ. അപ്പം കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചധികം യാത്ര ചെയ്തതിന് ശേഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എവിടാ നിങ്ങൾ പറയാമോ ഗൈസ്? ക്ലൂ തരാം. നിങ്ങൾ
ഇപ്പം ഈ നിൽക്കുന്ന സെയിം പൊസിഷനിൽ, അതായത് നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു ടൈം ഉദ്ദേശിച്ചിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തടങ്ങിയിരിക്കത്തില്ലേ, തുടങ്ങി അതിന് അസുഖം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങും പോവാതിപ്പം നോക്കട്ടെ. ചലഞ്ചാട്ടാ, നിങ്ങൾക്കുള്ള ചലഞ്ചാണ്. അപ്പൊ ഗൈസ് 2:30 ആയപ്പോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ എവിടെ എത്തിക്കാണെന്ന് വലിച്ചോണം. കായംകുളത്തുനിന്ന് ഇറങ്ങിയതാ. 2:30 ആയപ്പോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ എവിടെ എത്തിയെന്ന് നിങ്ങൾ ഊഹിച്ചോണം കേട്ടാ. ഇപ്പൊ സമയം 3 മണിയായി, 3:15. എപ്പോ എത്തി, എങ്ങനെ എത്തി, എവിടെ എത്തി ഒക്കെ പറയണം. അപ്പൊ ക്ലൂവും കാര്യങ്ങളൊക്കെ തരും. അപ്പം നമ്മള് എങ്ങോട്ട് പോകണമെന്നൊന്നും വിചാരിച്ചല്ല, പക്ഷെ ഇവിടെ എത്തിയപ്പം എനിക്ക് ഇവിടോട്ടൊന്ന് കയറണം തോന്നി. അപ്പം നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം ഗൈസ്. ഇവിടൊക്കെ വരുമ്പോ ഒരു പ്രത്യേക സമാധാനം കേട്ടാ. അയ്യോ, നല്ല അടി അടിച്ചോണ്ടിരിക്കുക കേട്ടാ. നല്ല തിരയുണ്ടേ. പോവാൻ നിൽക്കുക കേട്ടോ. പോവാൻ നിൽക്കുവാണ്, അടിച്ചടിച്ച് കേറുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പൊ നിങ്ങൾക്ക് സ്ഥലം അറിയാമെങ്കിൽ പറയുക കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം. എവിടാന്ന് കമന്റ് ചെയ്യാം. ഇതാണ് ഈ സമയമുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാട്ടാ. ഓഞ്ഞ് പരിപാടി കാണിക്കരുത് എൻ്റെ അടുത്ത്. അപ്പൊ നമുക്ക് പോയാലോ. കണ്ടായിരുന്നല്ലോ. നമ്മൾ പോവാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം.